സൗജന്യ കലാപരിശീലനവും യുവജനവേദി സംഗമവും മുത്താരംകുന്ന് വായനശാലയുടെയും ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെല്ലോഷിപ്പിന്റെ ഭാഗമായി സൗജന്യ കലാപരിശീലന പരിപാടികൾ ആരംഭിച്ചു. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ പരിശീലന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാരെയും കുട്ടികളെയും സാംസ്കാരിക അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് സാംസ്കാരിക രംഗത്തിന് ഇത്രയധികം താല്പര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ വജ്ര ജൂബിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിപ്പോ വലിയ സന്തോഷം. ഇത്രയും കുട്ടികളോടൊപ്പം ഇത്രയും കുട്ടികൾ പോരാ, കുട്ടികളെക്കാൾ മുതിർന്ന ഇപ്പൊ കലാപരമായിട്ട് അതിൽ പ്രായം പ്രശ്നമില്ല. താല്പര്യമുള്ള സ്ത്രീകൾക്കും അതുപോലെ തന്നെ യുവാക്കൾക്കും യുവതികൾക്കും പ്രായമായവർക്കും എല്ലാം കലയെ സ്നേഹിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാം. അതിന് താല്പര്യത്തോട് വന്നു കഴിഞ്ഞാൽ അവർ പഠിപ്പിക്കും. ഒരു പൈസ നിങ്ങളുടെ ഇന്ന് ഫീസ് ഈടാക്കുന്നതല്ല. എല്ലാം സൗജന്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പവിത്രതയോടുകൂടി അതിനെ കാണണം. കലയെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. കലയെന്ന് പറയുന്നത് നമ്മൾ മരണപ്പെട്ടാലും നിലനിൽക്കുന്ന ഒരു സംവിധാനം, ഒരു കാര്യമാണ് കല. കലയെ സ്നേഹിക്കാനും നമ്മൾക്കേ കഴിയുള്ളൂ. കാരണം നമ്മൾ സ്നേഹം കലാരംഗത്ത് അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്ത് കുറച്ചുകൂടി നമ്മളുടെ പുതിയ തലമുറ ഇടപെടണം, പ്രത്യേകിച്ച് സ്ത്രീകൾ. കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ശ്രീമതി കവിത ശാലിനി VP, ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയന്തി ദേവി, വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ് കൺവീനർ മുഹമ്മദ് താഹ, കലാമണ്ഡലം അനു എന്നിവർ പ്രസംഗിച്ചു. വനിതാവേദി പ്രസിഡന്റ് രമ്യ RJ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വനിതാവേദി സെക്രട്ടറി ബിജി V സ്വാഗതവും ബഷീർ അനുസ്മരണം കുമാരി ജീവ രാജും നന്ദി എക്സിക്യൂട്ടീവ് അംഗം ആശ CPയും രേഖപ്പെടുത്തി. 2025 വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് മികച്ച വായനക്കാരനായി എബി സാമോലിനെ തിരഞ്ഞെടുത്തു. പ്രസംഗ മത്സരത്തിൽ അദ്വിക, കൃഷ്ണനുണ്ണി, അഖില നായർ എന്നിവരും ക്വിസ് മത്സരത്തിൽ ദേവപ്രയാഗും വിജയിയായി. യുവജനവേദി ഭാരവാഹികളായി പ്രസിഡന്റ് അഖില നായർ, വൈസ് പ്രസിഡന്റ് കാർത്തിക്, സെക്രട്ടറി ആദർശ്, ജോയിന്റ് സെക്രട്ടറി കീർത്തന എന്നിവരെ തിരഞ്ഞെടുത്തു. കേരള സർക്കാരിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി മുത്താരംകുന്ന് വായനശാലയിലും സൗജന്യ കലാപരിശീലനം ഇന്ന് തുടങ്ങുകയുണ്ടായി. യുവാക്കൾക്കും അതേപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കലാവാസന വളർത്തുന്നതിന് വേണ്ടിയുള്ള സൗജന്യ പരിശീലനമാണ് ഇന്നിവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പല പല പ്രവർത്തനങ്ങൾ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ മുത്താരംകുന്ന് വായനശാലയിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതിന്റെ ഭാഗമായി യുവജനവേദി അംഗങ്ങളും മറ്റെല്ലാ ബാലവേദി അംഗങ്ങളും അതേപോലെ തന്നെ മുത്താരംകുന്ന് വായനശാല അംഗങ്ങളും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കും. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അറിവിന്റെ ആധുനിക ലോകത്തിലാണ്. അത്തരമൊരു ലോകത്ത് വിജയിക്കാൻ വേണ്ടത് വിജ്ഞാനം, വിവേകം, ചിന്താശേഷിയുമാണ്. അതിനാൽ വായനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമെന്ന് പറയുന്നത്. വായന എല്ലാവരിലും സജീവമായി കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി എല്ലാവരുടെയും വീടുകളിലേക്ക് എത്തി പുസ്തകങ്ങൾ നൽകി അവരെ വായനാശീലം ഉയർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ മുത്താരംകുന്ന് വായനശാല മുന്നോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്.